നമസ്കാരം. ചാപ്റ്റർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് അഭിനവ്. ഞാൻ ചാപ്റ്ററിലെ ബിസിനസ് സ്റ്റഡീസ് എന്ന വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു. ബിസിനസ് സ്റ്റഡീസ് +2ന്റെ ബേസ്. ഈ വട്ടം ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയാണ്, ബിസിനസ് സ്റ്റഡീസിലെ പാഠങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് മാത്രമല്ല, ഫസ്റ്റ് ചാപ്റ്റർ നമ്മളൊന്ന് തുടങ്ങി വെച്ചു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നായിരുന്നു. മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ആ പാഠത്തിൽ പഠിച്ചു കാണും മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, പല ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതെടുത്ത് കണ്ടിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ. കാരണം ഇത് കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. നമ്മളുടെ മാനേജ്മെന്റിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കും, അല്ലെങ്കിൽ 3 ലെവലായിട്ട് തിരിച്ചിരിക്കും. അതാണ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവൽ ഏറ്റവും മുകൾ തട്ടിലുള്ളതാണ് ടോപ്പ് ലെവൽ. അതിനകത്ത് ഉൾക്കൊള്ളുന്ന, അല്ലെ അതിന് പറയുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു തന്നായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറയാം. ടോപ്പ് ലെവലിന് പറയുന്ന മറ്റൊരു പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. അതുപോലെ തന്നെ മിഡിൽ ലെവൽ, മിഡിൽ ലെവലിന് മാത്രമേ ഉള്ളൂ. ലോവർ ലെവലിന് പറയുന്ന മറ്റു 2 പേരുകളാണ് ഓപ്പറേഷണൽ ലെവൽ അല്ലെ സൂപ്പർവൈസറി ലെവൽ എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ ഇത് മാത്രമല്ല പഠിക്കാനുള്ളത്. ഈ ടോപ്പ് ലെവലിന്റെ ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഇവരുടെയൊക്കെ ഫംഗ്ഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവര് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. ടോപ്പ് ലെവൽ അതിന്റെ ഫംഗ്ഷൻ, മിഡിൽ ലെവൽ അതിന്റെ ഫംഗ്ഷൻ, ലോവർ ലെവൽ അതിന്റെ ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യം പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പ്, ഇങ്ങനെ ചോദ്യം വന്നാൽ എങ്ങനെയാ എഴുതേണ്ടത്. ആദ്യം പറയേണ്ടത് ടോപ്പ് ലെവലിനകത്ത് ഉൾക്കൊള്ളുന്നത് ആരൊക്കെയാണ്, ടോപ്പ് ലെവലിനകത്ത് ഏതൊക്കെ വ്യക്തികളാണ് ഉള്ളതെന്നുള്ള കാര്യമാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത് ടോപ്പ് ലെവൽ. ഇപ്പൊ എഴുതേണ്ടത് എങ്ങനെയാ? ടോപ്പ് ലെവൽ കൺസിസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ്. ടോപ്പ് ലെവൽ കൺസിസ്റ്റ് MD, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായി MD. ഓക്കെ, എന്താ MD എന്ന് പറഞ്ഞാൽ മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ തന്നെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികളാണ് ഇതിനകത്ത് അടങ്ങുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ്. സെക്കൻഡ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഇതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് ഉൾക്കൊള്ളുന്നത്. ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സ്ഥാപനം എടുക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, പറയാം സെയിൽസ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇതിനെല്ലാം ഓരോ ഹെഡ് വെച്ച് കാണും, മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ഇതാണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹെഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. തേർഡ് വണ്ണാണ് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മാനേജ്മെന്റ് ആയിരിക്കും. താഴേക്കിടയിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും ലോവർ ലെവൽ മാനേജ്മെന്റ്. അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, സൂപ്രണ്ടന്റ് ആൻഡ് സെയിൽസ് ഓഫീസേഴ്സ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് മാനേജിംഗ് ഡയറക്ടർ, CEO, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. ഓക്കെ, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അങ്ങനെയുള്ള വ്യക്തികളെല്ലാം വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതിനകത്ത് വരുന്നത് പ്രൊഡക്ഷൻ മാനേജേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ഫിനാൻസ് മാനേജേഴ്സ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്, മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, തേർഡ് വൺ ലോവർ ലെവൽ മാനേജ്മെന്റ്. ലോവർ ലെവൽ മാനേജ്മെന്റിനകത്ത് വരുന്നതായിരിക്കും ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, സൂപ്പറിൻറ്റൻഡന്റ് ആൻഡ് സെയിൽസ് ഓഫീസേഴ്സ്, അല്ലെ അക്കൗണ്ട് ഓഫീസേഴ്സ്. ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം വരുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിനകത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണ്. ഇവരുടെ ഫംഗ്ഷൻ, ഓരോ ടോപ്പ് ലെവലിന്റെ ഫംഗ്ഷൻ എന്താ, മിഡിൽ ലെവലിന്റെ ഫംഗ്ഷൻ എന്താ, ലോവർ ലെവലിന്റെ ഫംഗ്ഷൻ, ഈ വ്യക്തികളുടെയൊക്കെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കും. ഒന്നാമതാണ് ടോപ്പ് ലെവലിന്റെ ഫംഗ്ഷൻ. എന്തായിരിക്കും? MD-യുടെ ഫംഗ്ഷൻ, അല്ലെ CEO-യുടെ ഫംഗ്ഷൻ, പ്രസിഡന്റിന്റെ, ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എന്തായിരിക്കും ഒരു സ്ഥാപനത്തിൽ പറയാം? അവരായിരിക്കും, ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, ഒന്നാമത്തെ പോയിന്റ് ആണ് ലിസ്റ്റ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് മുന്നോട്ട് വെക്കുന്ന വ്യക്തികൾ, അവരുടെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണെന്ന് മുന്നോട്ട് വെക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവലായിരിക്കും.
ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്ന ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. സെക്കൻഡ് പോയിന്റ്, പ്രിപ്പയേഴ്സ് സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. എന്ന് പറഞ്ഞാൽ തന്ത്രപ്രാധാന്യമായുള്ള പ്ലാനുകളും പോളിസി നയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുക, തയ്യാറാക്കുക. ഇതാരുടെ ജോലിയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ജോലിയാണ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് അപ്പോയിന്റ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. ഓക്കെ, ഇവിടെ തൊട്ട് താഴത്തുള്ളത് കാണാം, ടോപ്പ് ലെവലിന്റെ തൊട്ട് താഴത്തുള്ളവരാണ് മിഡിൽ ലെവൽ. മിഡിൽ ലെവലിനകത്ത് ആരൊക്കെ വരുന്നു? പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ്. അപ്പൊ ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക, നിയമിക്കുന്ന ജോലി ആർക്കുള്ളതാണ്? മുകളിലുള്ളവർക്ക്. അതാണ് അപ്പോയിന്റ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗിവിംഗ് നെസസറി ഇൻസ്ട്രക്ഷൻ ടു മിഡിൽ ലെവൽ. അവരെ അപ്പോയിന്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ജോലിമാർക്കാ ഈ ടോപ്പ് ലെവലിന്. അതാണ് ഗിവിംഗ് നെസസറി ഇൻസ്ട്രക്ഷൻ ടു മിഡിൽ ലെവൽ മാനേജർ. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും ടോപ്പ് ലെവല് ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ടു മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് ദ ഔട്ട്സൈഡ് ഏജൻസീസ് ലൈക്ക് ഗവൺമെന്റ്, ട്രേഡ് യൂണിയൻസ് എക്സെട്ര. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഏജൻസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോലുള്ള അല്ലെ പബ്ലിക് അല്ലെ ട്രേഡ് യൂണിയൻസ്, ഇവരുമായി അടുത്ത ബന്ധം അല്ലെ ഇവരുമായി എപ്പോഴും കോണ്ടാക്ട് ഉള്ള വ്യക്തികളെന്ന് പറയുന്നത് ടോപ്പ് ലെവല് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ. എന്തൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്? ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ടോപ്പ് ലെവൽ. രണ്ടാമത്തത് പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസി. പ്ലാനുകളും പോളിസികളും ഒക്കെ ലേ ഡൗൺ അല്ലെ പ്രിപ്പയർ തയ്യാറാക്കുന്നത് അവരായിരിക്കും. മൂന്നാമത്തെന്ന് പറയുന്ന അപ്പോയിന്റ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഗിവിംഗ് നെസസറി ഇൻസ്ട്രക്ഷൻ ടു മിഡിൽ ലെവൽ മാനേജർ. മിഡിൽ ലെവൽ മാനേജേഴ്സിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ടോപ്പ് ലെവലായിരിക്കും. അടുത്ത പോയിന്റ് ടു മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് ഔട്ട്സൈഡ്. ഗവൺമെന്റ്, ട്രേഡ് യൂണിയൻസ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ല അവരുമായി അടുത്ത ബന്ധമുള്ളത് ടോപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് പറയാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ടോപ്പ് ലെവൽ മനസ്സിലായി കാണും. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. തൊട്ട് താഴത്തെ ടോപ്പ് ലെവലിന്റെ തൊട്ട് താഴത്തുള്ള ലെവലാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, മിഡിൽ ലെവലിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഓക്കെ, നോക്കാം. ക്യാരി ഔട്ട് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. എന്താ? ക്യാരി ഔട്ട് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇവര് ഇവിടെ ഒരെണ്ണം പറഞ്ഞായിരുന്നു, ലേസ് ഡൗൺ അല്ലെ പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. പ്ലാനുകളും പോളിസികളും തയ്യാറാക്കുന്നത് ടോപ്പ് ലെവൽ. എന്നാൽ ഇവരത് എന്ത് ചെയ്യുന്നു? ക്യാരി ഔട്ട് ചെയ്യുന്നു, നടപ്പിലാക്കുന്നത് ആരാ? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മനസ്സിലായോ? ആദ്യത്തേനകത്ത് പറഞ്ഞു പ്രിപ്പയർ സ്ട്രാറ്റജി, അത് തയ്യാറാക്കുന്നത് ഇവരാ, എന്നാൽ അത് നടപ്പിലാക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അപ്പോയിന്റ് ലോവർ ലെവൽ ഓഫീസേഴ്സ്. ഇവരുടെ താഴെയുള്ളത് ആരാന്ന് നോക്കണം. ലോവർ ലെവൽ. അവരെ അപ്പോയിന്റ് ചെയ്യേണ്ട ജോലി ആർക്കായിരിക്കും? അന്നേരം മിഡിൽ ലെവലിന് ആയിരിക്കും. അതാണ് അപ്പോയിന്റ് ലോവർ ലെവൽ ഓഫീസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് അസൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ലോവർ ലെവൽ മാനേജേഴ്സ്. അവരെ അപ്പോയിന്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് വേണ്ടിയുള്ള അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കടമകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? മിഡിൽ ലെവൽ മാനേജേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് റിപ്പോർട്ട് ടു ടോപ്പ് ലെവൽ മാനേജർ. കൃത്യമായുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും അല്ല റിപ്പോർട്ട്സും എല്ലാ കാര്യങ്ങളും അവരുടെ തൊട്ട് മുകളിലുള്ള ടോപ്പ് ലെവലിനെ എന്ത് ചെയ്യുക? അറിയിക്കുക. ഇതും മിഡിൽ ലെവലിന്റെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മിഡിൽ ലെവലിന്റെ ഫങ്ഷൻസ്? 4 ഫങ്ഷനെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തതാണ് ക്യാരി ഔട്ട് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് ലെവൽ. പ്ലാനുകളും പോളിസിയും നടപ്പിലാക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്ന അപ്പോയിന്റ് ലോവർ ലെവൽ ഓഫീസേഴ്സ്. താഴെയുള്ളവരെ അപ്പോയിന്റ് ചെയ്യും, നിയമിക്കേണ്ട ജോലി മിഡിൽ ലെവലിന്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അസൈൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തം, കടമകളും ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ജോലിയും മിഡിൽ ലെവലിനാണ്. നെക്സ്റ്റ് വൺ റിപ്പോർട്ട് ടു ടോപ്പ് ലെവൽ. അവരുടെ തൊട്ട് മുകളിലുള്ള ലെവലിന് കൃത്യമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഓഫ് ലോവർ, ഏറ്റവും താഴെയുള്ള ലെവലിന്റെ ഫങ്ഷനുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഒന്ന് പറയാം. പ്ലാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ്
പ്രൊഡക്ഷൻ. പ്ലാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊഡക്ഷൻ. ദൈനംദിനമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അല്ലെ പ്രൊഡക്ഷൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു വ്യക്തികൾ ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. ഫോർമാൻമാരും സൂപ്പർവൈസറും സൂപ്രണ്ടന്റും സെയിൽസ് ഓഫീസറും അക്കൗണ്ട് ഓഫീസറും ഫിനാൻസ് ഓഫീസറും ഇവരൊക്കെ ആയിരിക്കും ദിവസേനയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ് ആണ് അസൈൻ വർക്കേഴ്സ് ടു ഡിഫറന്റ് ജോബ്. അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെ പല ജോലിയിലേക്ക് നിയമിക്കുക, അവർക്ക് വേണ്ടിയുള്ള ജോലികൾ കൊടുക്കുക, ഏതൊക്കെ ജോലിയിൽ അതാത് സ്ഥാനത്ത് അവരെ നിയമിക്കുക. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ലോവർ ലെവലിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ് സോൾവ് ദ പ്രോബ്ലം ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിനിടെ പ്രശ്നങ്ങൾ കാണും, അപ്പൊ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും ലോവർ ലെവലിന് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. ലുക്കിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്കേഴ്സിന്റെ സംരക്ഷണം, അതും ഇവരുടെ ഉത്തരവാദിത്വം. ലോവർ ലെവലിന്റെ ഉത്തരവാദിത്തമാണ് ലുക്കിംഗ് ദ സേഫ്റ്റി ഓഫ് വർക്ക്. കാരണം അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഏറ്റവും അടുത്ത് അവരെ അറിയാവുന്നത് ലോവർ ലെവലിന്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ലോവർ ലെവല് ആയിരിക്കണം. ആൻഡ് അവസാനത്തെ പോയിന്റ് എന്തുവാ? റിപ്പോർട്ട് ടു മിഡിൽ ലെവൽ. ഇവരാരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം? തൊട്ട് മുകളിലുള്ള മിഡിൽ ലെവലിന്റെ അടുത്ത്. മിഡിൽ ലെവൽ ആരുടെ അടുത്താ റിപ്പോർട്ട് ചെയ്തത്? അവരുടെ തൊട്ട് മുകളിലുള്ള ടോപ്പ് ലെവലിന്റെ അടുത്താ. അപ്പൊ ഈ പോയിന്റ് എല്ലാം നോക്കിയാൽ മതി, എല്ലാം കണക്റ്റഡ് ആണ്. ഇവിടെ തന്നെ പറയാം പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഇത് നടപ്പിലാക്കുന്നത് ആരായിരിക്കും? മിഡിൽ ലെവലായിരിക്കും. ഓക്കെ, ടോപ്പ് ലെവലിന് ടോപ്പ് ലെവൽ ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. എന്നാൽ മിഡിൽ ലെവൽ ആരെ അപ്പോയിന്റ് ചെയ്യുന്നു? ലോവർ ലെവൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, അവരുടെ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണും. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ. ഓക്കെ, നമുക്കൊരു അടുത്തൊരു ചെറിയ പോർഷനിലേക്ക് പോകാം. കോർഡിനേഷൻ എന്ന് പറയും. ഓക്കെ, കോർഡിനേഷൻ എന്താണ്? കോർഡിനേഷൻ ചെറിയൊരു ഭാഗമാണ്. ഒന്ന് നോക്കാം, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒന്ന് നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്ക്രണൈസസ് ദ ആക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഈസ് കാൾഡ് കോർഡിനേഷൻ. എന്താ? The process by which a manager synchronize, ഈ വാക്ക് മതി. എന്താ സിങ്ക്രണൈസ്? ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാം ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് സിങ്ക്രണൈസ്. മാനേജർ എന്ത് ചെയ്യുന്നു? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങള് സിങ്ക്രണൈസ് ചെയ്യുന്നു, ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ എന്ന്. എന്താ കോർഡിനേഷൻ? The process by which the manager synchronizes the activities of different departments. Okay. അതുപോലെ തന്നെ ചെറിയ 1 മാർക്ക് ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. കോർഡിനേഷനെ മാനേജ്മെന്റിന്റെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? കോർഡിനേഷനെ മാനേജ്മെന്റിന്റെ എസൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കോർഡിനേഷനെ മാനേജ്മെന്റിന്റെ എസൻസ്, ഘടകമായിട്ടാണ്, അല്ല അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സോ ഫംഗ്ഷനോ ഒന്നുമല്ല. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കോർഡിനേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ജസ്റ്റ് നമ്മൾ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച പോലെ തന്നെയാണ് ഇതിന്റെ സെയിം പോയിന്റ്സ് ആണ്. ഓക്കെ, നോക്കാം. കോർഡിനേഷൻ ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. കോർഡിനേഷൻ എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റും എന്തായിരുന്നു? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ കോർഡിനേഷനും എന്താണ്? ഗ്രൂപ്പ്, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, കോർഡിനേഷൻ എൻഷുവർ യൂണിറ്റി ഓഫ് ആക്ഷൻ. കോർഡിനേഷൻ എൻഷുവർ യൂണിറ്റി ഓഫ് ആക്ഷൻ. എന്താ? ഒത്തൊരുമ ഉറപ്പുവരുത്തുക, ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകല്ലേ, അതാണ്. അതുവഴി ഒത്തൊരുമ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത് കോർഡിനേഷന് സാധിക്കുന്നു. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. കോർഡിനേഷൻ എൻഷുവർ യൂണിറ്റി ഓഫ് ആക്ഷൻ. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു തുടർച്ചയായുള്ള പ്രവർത്തനം. മാനേജ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. സോ കോർഡിനേഷൻ ഈസ് ആൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷനും അതുകൊണ്ട് കണ്ടിന്യൂസ്. മാനേജ്മെന്റിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോർഡിനേഷൻ. അതാണ് മാനേജ്മെന്റ് ഒരു എസൻസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, കോർഡിനേഷൻ ഈസ് എ പെർവാസീവ് ഫംഗ്ഷൻ.
കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച് പെർവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചായിരുന്നു. പെർവാസീവ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ആപ്ലിക്കബിൾ ഇൻ എവരി സിറ്റുവേഷൻ. അതുപോലെ തന്നെ കോർഡിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ മാനേജേഴ്സ്. എല്ലാ മാനേജർമാരുടെ ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്ന്. എല്ലാ മാനേജർമാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ എന്താ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, കോർഡിനേഷൻ ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ്, കോർഡിനേഷൻ ഇൻഷ്യൂർസ് യൂണിറ്റി ഓഫ് ആക്ഷൻ. തേർഡ് പോയിന്റ്, കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഫോർത്ത് പോയിന്റ്, കോർഡിനേഷൻ ഇസ് എ പെർവാസീവ് ഫംഗ്ഷൻ. ഫോർത്ത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, കോർഡിനേഷൻ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ മാനേജേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് കോർഡിനേഷനകത്ത് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. ഓക്കെ, അതുകൂടെയുള്ള നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളത് 3 ചെറിയ കൺസെപ്റ്റുകളാണ്. മാനേജ്മെന്റിനെ 3 കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നു. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ആസ് എ സയൻസ്, ഓക്കെ, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റിനെ നമ്മൾ ആർട്ട് എന്നും, മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് എന്നും, മാനേജ്മെന്റിനെ നമ്മൾ പ്രൊഫഷൻ എന്നും പറയും. എന്തുകൊണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് മാനേജ്മെന്റിനെ ആർട്ട് എന്ന് വിളിക്കുന്നത്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കലയാണ്. ഓക്കെ, എന്താണ് ആർട്ട്? ആർട്ട് ഈസ് ദ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. ഇതാണ് ആർട്ടിന്റെ എക്സ്പ്ലനേഷൻ. എന്താ ആർട്ട്? ഇത് സ്കിൽഫുൾ, കഴിവ് വേണം നമുക്ക്. നേരത്തെ അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ട് പേഴ്സണൽ ആപ്ലിക്കേഷൻ, വ്യക്തിപരമായുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തിപരമായുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓഫ് ദി എക്സിസ്റ്റിംഗ് നോളജ്, നേരത്തെ ഉള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്, നമുക്ക് വേണ്ട റിസൾട്ട് നേടിയെടുക്കാൻ, നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് നമുക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കണം. അതിനെയാണ് ആർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ആർട്ടിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ആർട്ടിനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. എന്താ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ? നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ്, പേഴ്സണൽ, വ്യക്തിപരമായുള്ള കഴിവുണ്ടായിരിക്കണം. തേർഡ് വൺ, ബേസ്ഡ് ഓൺ പ്രാക്ടീസ്, നിരന്തരമായുള്ള പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ക്രിയേറ്റിവിറ്റി, നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും കഴിയണം. നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. നമുക്ക് ആ കഴിവ്, നേരത്തെ തന്നെ കഴിവുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ക്രിയേറ്റീവ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ പുതുമയുള്ള കാര്യങ്ങളിലേക്ക്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് വന്നു? ആർട്ട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നു. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതിലേക്ക് നമ്മൾ വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞേക്കുന്ന എന്തുവാ? മാനേജ്മെന്റ് അവസാനം ആർട്ട് എന്നാണ്. മാനേജ്മെന്റിന്റെ ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ആർട്ട് എന്താന്ന് പറഞ്ഞത്, ഇനി മാനേജ്മെന്റ് ആർട്ട് എന്ന് പറഞ്ഞത് എന്താന്ന് നോക്കാം. ഈ കാരണങ്ങളാൽ we can say management as an art. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എടുക്കുക. അതിന്റെ ആൻസർ ഇനി എഴുതേണ്ടത് എങ്ങനെയാണ് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. മാനേജ്മെന്റിനെ എന്തുകൊണ്ട് ആർട്ടെന്ന്? മാനേജ്മെന്റ് ക്യാൻ ആൾസോ സെഡ് ആസ് ആൻ ആർട്ട് ബിക്കോസ്, മാനേജ്മെന്റിനെ ആർട്ട് എന്ന് വിളിക്കുന്നു. കാരണം എന്താൽ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അത് മാനേജ്മെന്റുമായിട്ട് കൂട്ടിച്ചേർത്ത് എഴുതുക. മാനേജ്മെന്റ് ആൾസോ റിക്വയർസ് existence of theoretical knowledge. First point, management also needs existence of theoretical knowledge. First point. Okay. Second point, personal skill. Personal skill. മാനേജ്മെന്റ് ചെയ്യുന്ന ആരാന്ന് ഞാൻ പറഞ്ഞു, മാനേജർ. മാനേജർക്ക് എന്തുണ്ടായിരിക്കണം? പേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം, വ്യക്തിപരമായുള്ള കഴിവുണ്ടായിരിക്കണം. മാനേജർ നീഡ്സ് പേഴ്സണൽ സ്കിൽ ടു ഡു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ചെയ്യാൻ മാനേജർക്ക് സ്കില്ലുണ്ടായിരിക്കണം, കഴിവ് ഉണ്ടായിരിക്കണം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. മാനേജ്മെന്റും എന്ത് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്? നിരന്തരമായുള്ള പ്രാക്ടീസും പുതുമ കൊണ്ടുവരുന്നതും വഴിയൊക്കെയാണ് മാനേജർക്ക് എന്താ കൂടുതൽ പ്രാക്ടീസ് അല്ലെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കണം മാനേജർ. അങ്ങനെയാണ് ഈ ആർട്ട് അല്ലെ മാനേജ്മെന്റിനെ നമ്മൾ ആർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, കാരണം പറഞ്ഞു മാനേജ്മെന്റിനെ എന്തുകൊണ്ടാണ് ആർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ആൻസർ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ആർട്ട് എന്തുവാന്ന് പറയണം. ആർട്ട് എന്തുവാ? ആർട്ട് ഈസ് ദ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ദ ഡിസൈർഡ് റിസൾട്ട്. ആർട്ട് എന്തുവാന്ന് പറഞ്ഞു.
ഇനി അടുത്തത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്. ആർട്ടിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമതാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. കഴിവുണ്ടായിരിക്കും, നേരത്തെ തന്നെ കഴിവുണ്ടായിരിക്കും. പേഴ്സണൽ സ്കില്ല് ബേസ്ഡ് ആണ്. ഇതിന് എന്ത് ചെയ്യണം? മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയ ഇതിന്റെ ആൻസർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ. മാനേജ്മെന്റ് ഈസ് ആൾസോ നീഡ്സ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. രണ്ടാമത്തെ പേഴ്സൺ മാനേജർ നീഡ്സ് പേഴ്സണൽ സ്കിൽ. തേർഡ് പോയിന്റ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. മാനേജ്മെന്റ് ആൾസോ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആൻസർ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ്. സെക്കൻഡ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് ആസ് എ സയൻസ്. സെക്കൻഡ് കൺസെപ്റ്റ് ആണ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റിനെ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, മാനേജ്മെന്റിനെ എന്തുകൊണ്ടാണ് സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? പറയാം. സയൻസ് എന്തുവാണ് ആദ്യം പറയണം. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ സയൻസ് എന്തുവാണ് ആദ്യം വേണം. Science is a systematized body of knowledge which is based on general truth. എന്താ സയൻസ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി. സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. ഓക്കെ, സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് എല്ലാ കാര്യങ്ങളും കോസ് ആൻഡ് എഫക്റ്റ് നടന്ന കാര്യങ്ങൾ, അല്ലെ എക്സ്പീരിമെന്റ്സ് വഴി, അല്ലെ ഒബ്സർവേഷൻ വഴി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും സയന്റിഫിക് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത്. കണ്ടെത്തിയ കാര്യങ്ങളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് സയൻസ് എന്ന് പറയുന്നത്. ഇനി സയൻസിന്റെ ഫീച്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പ്രത്യേകതകൾ സയൻസിനുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യമാണ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സെക്കൻഡ് പോയിന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ. സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, പല പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു. പണ്ടത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പല സയൻസിന്റെ പ്രിൻസിപ്പിളുകൾ പഠിച്ചു. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ. ഓക്കെ, പരീക്ഷണങ്ങളിലൂടെ അതുപോലെ തന്നെ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ ഉണ്ടായതാണ് ഏതെന്ന് പറയുന്നത് സയന്റിഫിക് പ്രിൻസിപ്പിളുകൾ. ഓക്കെ, തേർഡ് പോയിന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ഈ കണ്ടെത്തിയ പ്രിൻസിപ്പിളിന് എന്തുണ്ട്? യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ അതിന് അതിൻ്റെതായിട്ട് വാലിഡിറ്റി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്താ? കോസ് ആൻഡ് എഫക്റ്റ്. ഇത് നടന്ന കാര്യമാണ് വിശകലനം ചെയ്ത് പിന്നീട് നമ്മളത് പ്രിൻസിപ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിന്റെ ബേസ് അല്ലെ എക്സ്പെരിമെന്റിന്റെ ബേസ്, ഒബ്സർവേഷന്റെ ബേസിസിലാണ് പിന്നീട് നമ്മൾ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ എന്താണ് സയൻസ് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയന്റിഫിക് പ്രിൻസിപ്പിൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷനും വഴിയാണ് ഡെവലപ്പ് ചെയ്തത്. അടുത്ത പോയിന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾ ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. അവർക്ക് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അടുത്ത പോയിന്റ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സയൻസ് ആണ് പറഞ്ഞത്. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനെ എന്തുകൊണ്ടാണ് സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്? നമ്മൾ ആൻസർ പറഞ്ഞു കാണും. ഇത്രയും പറഞ്ഞത് സയൻസ്. പിന്നെ അതിന് ജസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയാൽ അതിന്റെ ആൻസർ. ഒന്നാമത്തെ നോക്ക്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റ് ചേർത്താൽ മതി. മാനേജ്മെന്റ് ഈസ് ആൾസോ എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഫസ്റ്റ്. സെക്കൻഡ് പോയിന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ആൾസോ ഡെവലപ്ഡ് ത്രൂ എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. ഓക്കെ, തേർഡ് പോയിന്റ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി. നേരത്തെ പഠിക്കുക മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനും എന്തുണ്ട്? യൂണിവേഴ്സൽ വാലിഡിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ത് ബേസ് ചെയ്ത? കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിളും നമുക്ക് നടന്ന കാര്യം പിന്നീട് വിശകലനം ചെയ്ത് അല്ല അത് ഒബ്സർവ് ചെയ്താണ് ഓരോ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും. നമുക്ക് ഇനി പഠിക്കാനുണ്ട് ഏതൊക്കെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, ആരൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം എക്സ്പീരിയൻസും കോസ് ആൻഡ് എഫക്റ്റ് എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് മാനേജ്മെന്റിനെ എന്തെന്ന് വിളിക്കുന്നത്? മാനേജ്മെന്റ് ക്യാൻ ബി സെഡ് ആസ് എ സയൻസ്. മാനേജ്മെന്റിനെ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
ഓക്കെ, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചതാണ്, ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷൻ ഈസ് ആൻ ഒക്കുപ്പേഷൻ വിച്ച് റിക്വയർസ് സ്പെഷ്യലൈസ് സ്കിൽ, നോളജ് ആൻഡ് പ്രത്യേക കഴിവും ട്രെയിനിങ്ങും മറ്റൊക്കെ ഫോർമൽ എഡ്യൂക്കേഷനും എല്ലാ കാര്യങ്ങളും വേണ്ട ഒരു കാര്യമാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് പ്രൊഫഷൻ അതും പഠിച്ചതാണ്. എന്തൊക്കെയാണ് പ്രൊഫഷന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, പ്രൊഫഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുകയാണ്. ഒന്നാമതാണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. എന്താ? മാനേജ്മെന്റ് പ്രിൻസിപ്പിളുകൾ വഴി ഒരു നോളജ് ഉണ്ടായിരിക്കണം. മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ നിർമ്മിച്ചതായിരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമുക്ക് മാനേജ്മെന്റ് സ്റ്റഡീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു, അതുവഴി നമുക്ക് ട്രെയിനിങ് കിട്ടുന്നു, അതിൽ കൂടുതൽ എഡ്യൂക്കേറ്റ് ആവുന്നു. അങ്ങനെയാണ് ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം പ്രൊഫഷന്. അടുത്തെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ അസോസിയേഷൻ. മാനേജ്മെന്റിനും എന്തുണ്ടായിരിക്കും? പ്രൊഫഷണൽ അസോസിയേഷൻ. നമ്മൾ പറയുന്ന പ്രൊഫഷന്റെ കാര്യങ്ങൾ. ഓക്കെ, എത്തിക്കൽ കോഡ് ഓഫ്, അത് കഴിഞ്ഞോട്ടെ നമ്മൾ പഠിച്ചത്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു എത്തിക്സ് ഉണ്ട്, ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ചട്ടക്കൂട് ഉണ്ടായിരിക്കും. അതിനുള്ളിൽ നിന്നാണ് നമ്മൾ മാനേജ്മെന്റിന് എന്തുണ്ട്? ആൾസോ ഹാവ് ആൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇനി നമുക്ക് ഇതിനെ പ്രൊഫഷനെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. മാനേജ്മെന്റ് ഈസ് ആൾസോ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. സെക്കൻഡ്, മാനേജ്മെന്റ് ആൾസോ റിക്വയർസ് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. തേർഡ് പോയിന്റ്, മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് പ്രൊഫഷണൽ അസോസിയേഷൻ. മാനേജ്മെന്റിനും പ്രൊഫഷണൽ അസോസിയേഷൻസ് ഉണ്ട്. അടുത്തത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ആൾസോ ഹാവ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ മൂന്ന് കൺസെപ്റ്റുകളാണ് പഠിച്ചത്. മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മൂന്ന് കാര്യങ്ങൾ: മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഈ മൂന്നെണ്ണത്തിന്റെ എഴുതി ചോദിച്ചാലും ആദ്യം ആർട്ട് എന്താണെന്ന് എഴുതുക, അല്ലെ പ്രൊഫഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊഫഷൻ എന്താണെന്ന് എഴുതുക, സയൻസ് ചോദിക്കുകയാണെങ്കിൽ സയൻസ് എന്തുവാന്ന് എഴുതുക. എന്നിട്ട് അതിനെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയാൽ ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്രയും. ഇനി കുറച്ച് തിയറി ബേസ് ആണ്, അധികമുണ്ട്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. മറ്റേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം അറിയിക്കുക.